ഹായ് ഫ്രണ്ട്സ്, ഇറിഗേഷൻ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എ സിവിൽ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇറിഗേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. റീസെന്റ് ആയിട്ട് കുറെ എ സിവിൽ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി നിൽക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാം. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. കാറ്റഗറി നമ്പർ 537, 538. 537 ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. 538 എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇറിഗേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്നുള്ളതാണ് പോസ്റ്റ്. ഒരുപാട് വേക്കൻസികൾ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. 55,200 മുതൽ 1,15,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലിലേക്കാണ്, ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നേ പറയുന്നുള്ളൂ. കഴിഞ്ഞ തവണ പക്ഷേ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. തവണ അത് എക്സ്പെക്ട് ചെയ്ത് 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ 2/1/1989 ശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC SC ST ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ബിടെക് അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ബിരുദമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജനുവരി 14 വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം. നിങ്ങളുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് കൃത്യമായിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഈ 2024 മെയ്യിലാണ് നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അതിൽ നിന്ന് 130 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയി കഴിഞ്ഞു. 2024 മെയ്, 2027 മെയ് വരെ ഇതിന്റെ കാലാവധിയുണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെത്. അപ്പോൾ 2026 നമുക്ക് ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കാം. പിന്നീട് ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിക്കുമ്പോഴത്തേന് ഈ പുതിയ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരും. അതിൽ നിന്നാകും നിങ്ങൾക്കുള്ള നിയമനങ്ങൾ നടക്കുക. അപ്പോൾ I+നോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകളിലൂടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. 100 കണക്കിന് ഉദ്യോഗാർത്ഥികളെ സർക്കാർ ജോലിയിലേക്ക് എത്തിച്ച അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ I+ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും മറക്കണ്ട, അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന്റെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+നൊപ്പം എത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.